എൻ്റെ പേര് സനു നിസാർ. ഞാൻ കോട്ടയം ജില്ലയിലെ എരുമേലിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഫിഷ് ബിരിയാണിയാണ്. പിന്നെ ഇതിനാവശ്യമായ ഫിഷ് മാഗ്നേറ്റ് ചെയ്യാനാണ്. പിന്നെ കാന്താരിയും കുരുമുളകും കൂടെ അരച്ച് കൊണ്ടുവന്ന ഒരു കൂട്ടാണ് നമ്മളിതിലേക്ക് ഇടുന്നത്. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന്, ഒരു സ്വല്പം മുളക് പൊടി ഇട്ട് നമ്മൾ ആദ്യം ഇത് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. ഒരു പാൻ അടുപ്പേ വെച്ച് ഒരു 3 സ്പൂൺ നെയ്യ് ചേർക്കുവാണ്. കപ്പലണ്ടി, അത് കഴിഞ്ഞ് കുറച്ച് നമുക്ക് ആവശ്യമായ കിസ്മിസ്, ഇതിലേക്ക് നമ്മൾ ഇതായിട്ട് മാറ്റി വെച്ചേക്കുന്ന സബോള. ഈ സബോള ഇനിയൊന്ന് മൂക്കട്ടെ. ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. കുറച്ച് ഉലുവ ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണിത്. ഒരു തക്കാളി ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇത് വരുന്ന സമയം നമുക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടി ചെറിയ ഉള്ളിയും ഇഞ്ചിയും ഇതിലേക്ക് ചതച്ച് ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഗരം മസാല. എന്നിട്ട് ഇത് നന്നായി മൂക്കാം. സനു, എരുമേലി എന്ത് ബിരിയാണിയാണ്? കൊഞ്ച് വെച്ചുള്ള ഒരു ഫിഷ് ബിരിയാണിയാണ്. അത് എൻ്റെ നാടൻ രീതിയിൽ കൊഞ്ച് വെച്ചുള്ള ഫിഷ് ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കൊഞ്ച് കൂടാണ്ട് വേറെ മീൻ വല്ലതും ചേർക്കുന്നു? അല്ല, കൊഞ്ച് ഞാൻ ഇതിന് മസാലയായിട്ട് കാന്താരിയും അതിന് കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇത് അച്ചാറ് സൈഡായിട്ട് കൊണ്ടുവന്നുള്ള ക്യാരറ്റും മാങ്ങയുമായിട്ട്. മസാലയ്ക്ക് എന്ത് സംഭവിച്ചു എന്നാണ് സംശയം? അല്ല, മസാല ഇപ്പൊ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഇല്ല ഒരിക്കലും ഇല്ല. കാണാനാണല്ലോ മാമ. ഇതിലേക്ക് ഇനി ആവശ്യമായ സബോള ആഡ് ചെയ്യുവാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ആഡ് ചെയ്യാം. ഒരു ഗ്രേവിക്ക് വേണ്ടിയാണ്. നമുക്കൊരു ടേസ്റ്റിന് വേണ്ടി ഒരു 3-4 ചെമ്മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഗ്രേവിക്കൊരു ഫിഷിൻ്റെ ഒരു സ്വാദ് വരാനാണ്. നമ്മൾ എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ കൂട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. മസാല കൂട്ട് നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ ചെമ്മീൻ ഇനി ഇത് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കരിയാപ്പില ഇടാം. നമുക്ക് ഇങ്ങനെ കരിയാപ്പില ആഡ് ചെയ്ത് നമ്മൾ മീൻ വറക്കുമ്പം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഒത്തിരി അടി പിടിക്കാതെ ഉള്ള സാധ്യത കുറവാണ്. മുരിയാൻ കിടക്കുന്ന ഇതിലേക്ക് ഞാൻ ഒരു ക്യാപ്സിക്കം എൻ്റെ ഒരു ഫ്ലേവറിന് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ക്യാപ്സിക്കം ഒക്കെ ഇടുന്നതുകൊണ്ട് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത് അല്ലേ? ഇതിപ്പോൾ വറുക്കുന്ന സ്റ്റേജ് എത്തി. മസാല റെഡിയായി. പിന്നെ റൈസ് റെഡിയായി. അപ്പോൾ ഓൾമോസ്റ്റ് റെഡി. ഇനി കുറച്ച് സെറ്റിംഗേ ഉള്ളൂ. ദം ചെയ്യണം, ഫ്രൈ ആകണം. നോക്കാം. ഈ റൈസിനൊരു കളർ കൊടുക്കുവാണേ. കളർ ഉപയോഗിക്കാതെ മഞ്ഞൾപ്പൊടി, പാലിനകത്തും മഞ്ഞൾപ്പൊടി കലക്കി ഇങ്ങനെ നമുക്ക് ചേർത്ത് കൊടുത്താലും നമുക്ക് ആവശ്യമായ മഞ്ഞ കളർ കിട്ടും. ഏകദേശം ഇത് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഒത്തിരി മൂക്കണ്ട. അപ്പം നമ്മളിത് മാറ്റി വെച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഗ്രേവിയിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ച് കൊഞ്ച് നമ്മൾ ആഡ് ചെയ്യുകയാണ്. നമ്മളിതിനി ദം ചെയ്യാൻ പോവാണേ. മസാല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ചേക്കുന്ന കപ്പലണ്ടി, കിസ്മിസ്, നമ്മൾ സബോള എല്ലാം നമ്മളൊരു ലെയറിലായിട്ട് ദം ചെയ്യാനായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കളറിന് ആവശ്യമായ മഞ്ഞൾപ്പൊടിയിൽ ചോറ് മിക്സ് ചെയ്ത് നമ്മളൊരു കളർ കൊടുക്കാൻ, നാച്ചുറലായിട്ടുള്ള കളർ കൊടുക്കാൻ. നമ്മൾ എസൻസ് ഒന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. എല്ലാവർക്കും ഇൻഡക്ഷൻ കുക്കറിനെ കുറിച്ച് പരാതിയാണ്. ബിരിയാണിക്ക് പറ്റിയ ആളല്ല ഇൻഡക്ഷൻ കുക്കർ. പക്ഷേ നമ്മൾ ഏതൊരു സാഹചര്യത്തിലും പെട്ടെന്ന് ചെയ്യാൻ പഠിക്കണം അല്ലേ? ഇൻഡക്ഷൻ കുക്കറിൽ എങ്ങനെ ചെയ്യാം? പഠിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഡിഫക്റ്റായിട്ട് തോന്നിയത്? അടുപ്പ് ചെയ്യുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്. നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടിയിൽ അടുപ്പിലാണ് ഞാൻ ചിക്കനൊക്കെ
ഇതാക്കുന്നത്. അപ്പം ഇത് ചെയ്തപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം തോന്നി. നമ്മൾ സ്ഥിരം അത് കഴിക്കുന്നതുകൊണ്ടാണ് ഓക്കെ. എല്ലാം റെഡിയായത്. എടുത്ത് വെക്കാനുള്ള താമസമേ ഉള്ളൂ ഇനി. ഓക്കെ. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം.